നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ നടന്ന ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കണ്ടന്റിന്റെ ഷോർട്ട് വീഡിയോസ് ധാരാളം ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട്. സ്വാഭാവികം. അഖിലേട്ട ദയവ് ചെയ്ത് അഖിലേട്ടനൊന്ന് സംസാരിക്കണം, ഇത് വളരെ മോശമല്ലേ എന്ന് പറഞ്ഞു. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാൻ ബിഗ് ബോസിൽ ഗസ്റ്റായിട്ട് പോയ ആ ദിവസം തന്നെ ഞാൻ പോയി നിവിനോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ശുക്രിയ, എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നിവിനെ സ്വാർത്ഥതയൊക്കെ വെടിഞ്ഞ് അവനവന്റെ കാര്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഹൗസിലുള്ള എല്ലാവരെയും തുല്യരായിട്ട് കാണണം, ഇങ്ങനെ ഭക്ഷണം മോഷ്ടിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ ആദ്യം അവിടെ കയറിയ സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു. നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. ഞാൻ ആ ഒരു സമയത്ത് ഞാൻ കൊടുത്തൊരു ഇന്റർവ്യൂവിലും ഞാൻ പറയുന്നുണ്ട്, നിവിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ ചെയ്തികളെ യാതൊരു കാരണവശാലും എനിക്ക് അനുകൂലിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഒരാള് പുറത്തിറങ്ങിയത് കൊണ്ട് സമൂഹത്തിനും അയാൾക്ക് ഒപ്പം നിൽക്കുന്നവർക്കും യാതൊരു രീതിയിലുള്ള പ്രയോജനപ്പെടാത്ത സ്വാർത്ഥനും സ്വന്തം താല്പര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരുത്തനുമാണ് നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ന് ഞാൻ തുടക്കത്തിൽ എനിക്ക് മനസ്സിലായ റീഡിങ്ങിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ കണക്കുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമനാറികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെങ്കിലും കിടക്കുന്ന അലവലാദികൾ കാണിക്കുന്ന വിവരക്കേടുകളെ എന്റർടൈൻമെന്റ് ആണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിനക്ക് എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ. ഇവന്റെ കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല, കോമാളിത്തരമാണ്, വിവരക്കേടാണ്, സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല, നെവിന്റെ തന്തയായാലും അടിച്ചവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല, നെവിന്റെ തന്തയായാലും അടിച്ചവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. തുടക്ക സമയത്ത് ഈ നിവിൻ എന്ന് പറയുന്നവൻ ഇഷ്ടം പോലെ ഭക്ഷണം മോഷ്ടിച്ച് തിന്ന് തടിച്ചു കൊഴുത്ത് ഗുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നെറികെട്ടവനാണെന്നുള്ളത് കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള ഇപ്പം എൻ്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് 8 മുതൽ 10 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക, പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. താങ്ക് യു.